ദുർഭരണം നമുക്ക് വലിച്ചെറിയണം KS. ഈ ദുർഭരണം നമുക്ക് വലിച്ചെറിയണം. അതാണ് ഏറ്റവും പ്രധാനം. ബ്രണ്ണൻ കോളേജിൽ വെച്ച് ചവിട്ടി താഴെയിട്ടതുപോലെ താഴെയിടണം എന്നാണ് പറയുന്നത്. ബ്രണ്ണൻ കോളേജിൽ വെച്ച് ചവിട്ടി താഴെയിട്ടതുപോലെ താഴെയിടണം, ചവിട്ടി താഴെയിടണം. ആരെ ആരെ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നില്ല, പക്ഷെ എല്ലാവർക്കും അറിയാമല്ലോ. ബ്രണ്ണൻ കോളേജിൽ വെച്ച് K. സുധാകരേട്ടൻ ആരെയാണ് ചവിട്ടി താഴെയിട്ടത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതേപോലെ സുധാകരേട്ട ചവിട്ടി താഴ്ത്തിടണം, താങ്കൾ സ്ഥാനാർത്ഥി ആയാലും അല്ലെങ്കിലും എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത് കേട്ടോ. പദവികളല്ല, പ്രവർത്തകരുടെ മനസ്സിലെ സ്ഥാനമാണ് വലുത്. ശരിയാണത്, പദവികളല്ല. പറയാലോ, രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിലെ ഒരാളുമല്ല, കോൺഗ്രസിലെ ഒരു സ്ഥാനവുമില്ല. പക്ഷേ ഈ എന്താ പറയാ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ, കോൺഗ്രസ് പ്രവർത്തകരുടെ ഒക്കെ മുകളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനം. അതാണ് ഈ പ്രസ്ഥാനത്തോടുള്ള സ്നേഹമാണത്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിത്വത്തിന്റെ എന്താ പറയാ, ജ്വലിക്കുന്ന ഒരു വൈകാരിക തീവ്രതയാണ് കേട്ടോ. അതാണ് രാഹുൽ മാങ്കൂട്ടം വളരെ കൃത്യമായി സുധാകരേട്ടനുമായി പങ്കെടുക്കുന്നത്. അവർ തമ്മിലുള്ള ഒരു ആശയ ചേർച്ചയാണ് ഇത് എന്ന് കൂടി ഞാൻ കരുതുന്നു. അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പദവികളല്ല, പ്രവർത്തകരുടെ മനസ്സിലെ സ്ഥാനമാണ് വലുത്. രക്തസാക്ഷികളുടെ നേതാവിന് രക്തസാക്ഷികളെ വേദനിപ്പിക്കാനാകില്ല. രക്തസാക്ഷികളുടെ നേതാവിന് രക്തസാക്ഷികളെ വേദനിപ്പിക്കാനാവില്ല, തീർച്ച. അപ്പോൾ ഏതായാലും കണ്ണൂരിൽ നമ്മുടെ സുധാകരേട്ടന് മത്സരിക്കാം. ഹൈക്കമാൻഡ് സുധാകരേട്ടന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അതിന്റെ എന്താ പറയാ, ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല. പക്ഷേ K. സുധാകരൻ എന്താ പറയാ, ഗുഡ് ബൈ പറഞ്ഞ് ഇറങ്ങിപ്പോയ ഉടനെ ഹൈക്കമാൻഡ് തീരുമാനം മാറ്റി എന്നാണ് റിപ്പോർട്ട്. ഏതായാലും നല്ല കാര്യം അത്രേ പറയാനുള്ളൂ. നമ്മുടെ ജി ശക്തിധരനെ ഇത് സംബന്ധിച്ച് ജി ശക്തിധരന്റെ ഒരു പോസ്റ്റ് ഇപ്പം പുറത്തു വന്നൊരു പോസ്റ്റാണ്. അതിങ്ങനെയാണ്: ഒരഭിപ്രായവും ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിപ്പോരെന്ന് പറയുന്നത്. അതായത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു എം പിയെയും മത്സരിക്കില്ല, നേരത്തെ എടുത്ത തീരുമാനമാണ്, ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ല എന്നൊക്കെയല്ല പറയുന്നത്. നേരെ മറിച്ച് സുധാകരേട്ടന് വളരെ നേരത്തെ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ യഥാർത്ഥത്തിൽ സുധാകരന്റെ താല്പര്യമില്ലായിരുന്നു. കാരണം ഇത് സതീശനുമായിട്ടുള്ള പോരടി ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്, സതീശന്റെ കുത്തിത്തിരിപ്പിന്റെ ഒക്കെ ഫലമായിട്ടാണ് സുധാകരേട്ടനെ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത്, എങ്ങനെയും ഡൽഹിയിലേക്ക് കെട്ടിയിടിക്കാനുള്ള ശ്രമമൊക്കെ ആയിരുന്നു. പക്ഷെ അന്നേ ഹൈക്കമാൻഡ് ഉറപ്പ് നൽകിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരന് സീറ്റ് കൊടുക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുധാകരേട്ടൻ ഈ പിടിവാശി പിടിച്ചത്. മാത്രമല്ല, ഇതിനിടയിൽ വേറൊരു വലിയൊരു പൊളിറ്റിക്സ് ഉണ്ട്. സതീശനെതിരായ കോൺഗ്രസിൽ ഇപ്പോൾ ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്ന KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഇങ്ങനെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. സതീശന് മുഖ്യമന്ത്രി ആവാൻ പറ്റുന്നൊന്നും തോന്നുന്നില്ല. കാരണം അതിനുള്ള ചില എന്താ പറയാ, ചില കലങ്ങി മറിയലുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാനിപ്പോ പറഞ്ഞുകൊണ്ട് വരുന്ന ഏതായാലും ഈ ഒരു കാര്യത്തെക്കുറിച്ച്, അതായത് ഹൈക്കമാൻഡ് പിടിവാശി ഉപേക്ഷിച്ചതിനെ കുറിച്ച് ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു അഭിപ്രായവും ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിപ്പോകരുതെന്നാണ് പറയുന്നത്. നല്ല ടൈറ്റിലാണ്. ഹോർമൂസ് കടലിടുക്കിൽ ഒരഭിപ്രായവും കുടുങ്ങിപ്പോകരുത്. AK ആന്റണിയുടെ ഒരു പടമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പോസ്റ്റ്. അതിൽ പറയുന്നത്, ഒരഭിപ്രായവും ഇരുമ്പുലക്കയല്ല, ഒരഭിപ്രായവും മാറ്റമില്ലാത്തതോ വഴങ്ങാത്തതോ ആകരുത്. മറിച്ച് കാലത്തിനനുസരിച്ചും സാഹചര്യത്തിനനുസരിച്ചും അത് മാറ്റാൻ കഴിയുന്നതായിരിക്കണം. അതാണ് AK ആന്റണിയുടെ സന്ദേശം എന്നാണ് ജി ശക്തിധരൻ പറഞ്ഞത്. ഞാൻ ഇക്കാര്യം പറയാനല്ല വീഡിയോ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ഇത് സംബന്ധിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ പോസ്റ്റ് ഇങ്ങനെയാണ്. പ്രത്യേകിച്ചും ഇപ്പം രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിൽ, സാങ്കേതിക അർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിൽ ഇല്ലല്ലോ. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പ്രശ്നത്തിലാവുന്ന സന്ദർഭങ്ങളിലൊക്കെ കോൺഗ്രസിനെ പ്രതിരോധിക്കാനും കോൺഗ്രസിന് വേണ്ടിയിട്ട് പോരടിക്കാനും എല്ലാറ്റിനും മുൻപന്തിയിൽ നിൽക്കുന്ന ആൾ രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് കേട്ടോ. രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. യഥാർത്ഥത്തിൽ പാലക്കാട് കോൺഗ്രസിന് ഒരു സീറ്റ് നഷ്ടപ്പെടാൻ പോകുന്നു. അത് നമുക്ക് പിന്നെ പറയാം. പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ആയിരുന്നു മത്സരിച്ചതെങ്കിൽ കോൺഗ്രസിന് ഷുവർ സീറ്റ് ആയിരുന്നു. ഇപ്പോഴത്തെ ശോഭാ സുരേന്ദ്രൻ ആ സീറ്റ് വളരെ അനായാസം ആ സീറ്റ് കൊണ്ടുപോകാൻ പോകുന്നു.
അപ്പൊ ഏതായാലും രാഹുൽ മാങ്കൂട്ടം സുധാകരേട്ടന്റെ ഇപ്പോഴത്തെ ഒരു നിലപാടിനെ കുറിച്ചും സുധാകരേട്ടന് പാർട്ടിയിലുള്ള എന്താ പറയാ പാർട്ടിയിലുള്ള സുധാകരേട്ടന്റെ സ്ഥാനത്തെക്കുറിച്ചും പാർട്ടി അണികൾക്ക് സുധാകരേട്ടനുള്ള സ്നേഹത്തെക്കുറിച്ചും സുധാകരേട്ടൻ ചെയ്യേണ്ടത് എന്ത് എന്നുള്ള കാര്യം രാഹുൽ മാങ്കൂട്ടം പങ്കിടുകയാണ് കേട്ടോ. അത് ഈ പോസ്റ്റിലൂടെ അതിങ്ങനെയാണ്: ഷുഹൈബും സജിത് ലാലും ലോനാപ്പിയും ബെന്നിയും ദാസനും വസന്തനും തൊട്ട് കണ്ണൂരിൽ മാത്രം എത്രയോ മനുഷ്യർ കോൺഗ്രസിന്റെ മൂവർണ്ണക്കൊടി പിടിച്ചതിന്റെ പേരിൽ രക്തം തേവി ജീവൻ വെടിഞ്ഞാണ് ഈ പ്രസ്ഥാനത്തിന് ജീവൻ നൽകിയത്. കണ്ണൂരിലെ ആ രക്തസാക്ഷികളുടെ നേതാവാണ് പ്രിയപ്പെട്ട സുധാകരേട്ടൻ. ആ രക്തസാക്ഷികളുടെ മാത്രമല്ല, കേരളത്തിലെ ഉശിരുള്ള പ്രവർത്തകരുടെ ഊർജമാണ് നിങ്ങൾ. കണ്ണൂർ MLA എന്നല്ല കേരള മുഖ്യമന്ത്രി എന്നതുപോലും കേവലം പദവികൾ മാത്രമാണ്. അതിലൊക്കെ എത്രയോ വലിപ്പമുള്ള സ്ഥാനത്താണ് പ്രിയ KS നിങ്ങൾ ഇരിക്കുന്നത്. പേരിന് പിന്നിലുള്ള അക്ഷരങ്ങളല്ലല്ലോ ഒരു രാഷ്ട്രീയക്കാരന്റെ പദവി. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ KS നിങ്ങൾക്കറിയാൻ. ജീവൻ വേണൽ തന്നേക്കാം എന്ന് പ്രവർത്തകർ താങ്കൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചത് ആലങ്കാരികമല്ലല്ലോ, അത് അർത്ഥവത്തായതല്ലേ? ഒരു പദവിയുമില്ലാതെ ഒരു മൂവർണ്ണക്കൊടിയും പിടിച്ച് KS നിങ്ങൾ കാസർഗോഡ് നിന്ന് ഒറ്റയ്ക്ക് യാത്ര തിരിച്ചാൽ ആ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഒരു ജനസാഗരമായത് മാറും. നിങ്ങൾക്ക് പ്രാണൻ പകുത്തു നൽകിയ പ്രവർത്തകരെ നിങ്ങൾക്കറിയില്ലേ KS? അതൊക്കെയും പക്ഷെ കോൺഗ്രസ്സുകാരനായ ഞങ്ങളുടെ സുധാകരേട്ടനോടുള്ള സ്നേഹമാണ്. അങ്ങനെ ജീവന് തുല്യം അങ്ങയെ സ്നേഹിക്കുന്ന ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരെ അങ്ങ് സങ്കടപ്പെടുത്തരുത്. അതായത് അങ്ങയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരെ അങ്ങ് സങ്കടപ്പെടുത്തരുത്. അങ്ങയ്ക്കെതിരെ പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചാൽ തന്നെ ഈ വാർത്തകളിൽ കേൾക്കുന്നതൊക്കെ കള്ളമാണ് എന്ന് അങ്ങക്ക് പറയേണ്ടി വരും. കണ്ണൂരിൽ അങ്ങാണ് സ്ഥാനാർത്ഥി എന്ന് നേതൃത്വം പ്രഖ്യാപിച്ചാൽ ആഹ്ലാദത്തോടെ ഞങ്ങൾ അത് ഏറ്റെടുക്കും. അതല്ലെങ്കിൽ അങ്ങ് നയിക്കണം. കണ്ണൂരിന് മാത്രമല്ല, കേരളത്തിലെ പ്രവർത്തകരെ അങ്ങ് കേരളം മുഴുവൻ നടന്ന് പ്രസംഗിച്ച് പ്രവർത്തകരെ ആവേശപ്പെടുത്തണം. ഇത്രയും പറഞ്ഞ ശേഷം രാഹുൽ മാങ്കൂട്ടം ഒരു വാചകം എഴുതുന്നു കേട്ടോ. അതാണ് അതിന്റെ ഒരു ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് അതാണ് കേട്ടോ. അത് ഇങ്ങനെയാണ്: ഈ ദുർഭരണം നമുക്ക് വലിച്ചെറിയണം KS. ഈ ദുർഭരണം നമുക്ക് വലിച്ചെറിയണം, അതാണ് ഏറ്റവും പ്രധാനം. ബ്രണ്ണൻ കോളേജിൽ വെച്ച് ചവിട്ടി താഴെയിട്ടതുപോലെ താഴെയിടണം എന്നാ പറയുന്നത്. ബ്രണ്ണൻ കോളേജിൽ വെച്ച് ചവിട്ടി താഴെയിട്ടതുപോലെ താഴെയിടണം, ചവിട്ടി താഴെയിടണം. ആരെ? അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നില്ല, പക്ഷെ എല്ലാവർക്കും അറിയാമല്ലോ. ബ്രണ്ണൻ കോളേജിൽ വെച്ച് സുധാകരേട്ടൻ ആരെയാണ് ചവിട്ടി താഴെയിട്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതേപോലെ സുധാകരേട്ട ചവിട്ടി താഴ്ത്തിടണം, താങ്കൾ സ്ഥാനാർത്ഥി ആയാലും അല്ലെങ്കിലും എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത് കേട്ടോ. പദവികളല്ല, പ്രവർത്തകരുടെ മനസ്സിലെ സ്ഥാനമാണ് വലുത്. ശരിയാണോ? അത് പദവികളല്ല. പറയാലോ, രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിലെ ഒരാളുമല്ല, കോൺഗ്രസിലെ ഒരു സ്ഥാനവുമില്ല. പക്ഷേ ഈ എന്താ പറയാ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ, കോൺഗ്രസ് പ്രവർത്തകരുടെ ഒക്കെ മുകളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനം. അതാണ് ഈ പ്രസ്ഥാനത്തോടുള്ള സ്നേഹമാണത്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിത്വത്തിന്റെ എന്താ പറയാ, ജ്വലിക്കുന്ന ഒരു വൈകാരിക തീവ്രതയാണ് കേട്ടോ. അതാണ് രാഹുൽ മാങ്കൂട്ടം വളരെ കൃത്യമായി സുധാകരേട്ടനുമായി പങ്കെടുക്കുന്നത്. അവർ തമ്മിലുള്ള ഒരു ആശയ ചേർച്ചയാണ് ഇത് എന്ന് കൂടി ഞാൻ കരുതുന്നു. അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പദവികളല്ല, പ്രവർത്തകരുടെ മനസ്സിലെ സ്ഥാനമാണ് വലുത്. രക്തസാക്ഷികളുടെ നേതാവിന് രക്തസാക്ഷികളെ വേദനിപ്പിക്കാനാകില്ല. രക്തസാക്ഷികളുടെ നേതാവിന് രക്തസാക്ഷികളെ വേദനിപ്പിക്കാനാവില്ല, തീർച്ച എന്നാണ് പറയുന്നത്. ഇതിന് ഒരുപാട് ദൈവമേ 1.4K ഷെയർസ് ആണ് ഇതിന് വന്നത് കേട്ടോ. അതില് കുറച്ച് അതിന്റെ കമന്റുകളാണ്: VD സതീശന്റെ ഗർവിത സമീപനമാണ് സുധാകരൻ ഉൾപ്പെടെ പലരെയും ക്ഷുഭിതരാക്കിയത്. KPCC പ്രസിഡന്റ് കഴിഞ്ഞേ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകാവൂ. KPCC പ്രസിഡന്റ് കഴിഞ്ഞേ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകാവൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നേരത്തെ അങ്ങനെ ആയിരുന്നു. സുധാകരേട്ടൻ KPCC പ്രസിഡന്റ് ആയിരുന്നു. പക്ഷെ സണ്ണി ജോസഫ് വന്നപ്പോൾ സണ്ണി ജോസഫിന്റെ എന്താ പറയുക ശബ്ദം VD സതീശന്റെക്കാൾ താഴ്ന്നു പോയി. അങ്ങനെ ആവരുത് എന്നാണ് പറയുന്നത്. രാഹുൽ നന്ദി, ഇതാണ് സാധാരണ പ്രവർത്തകർക്ക് പറയാനുള്ളത്. അപ്പൊ കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകരുടെ ശബ്ദമാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുകയാണ് കേട്ടോ. KS ഈസ് ദ റിയൽ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്. KS ഈസ് ദ റിയൽ ഹൈക്കമാൻഡ്. ബാക്കിയെല്ലാം ഷൂ പറഞ്ഞത് നമ്മുടെ എന്താ പറയാ, MM മണി ആയിരുന്നു അല്ലേ? MM മണി ആരെ കുറിച്ച് പറഞ്ഞതാണ്? നമ്മുടെ G സുധാകരൻ സഖാവിനെ കുറിച്ച് പറഞ്ഞതാണ്. പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഷൂ ആണ്.
പിന്നെ പറയുന്നത് എന്താണ് പറയാ, വെൽ സെറ്റ്, ബിഗ് സല്യൂട്ട് ഡിയർ എന്നൊക്കെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപാട് ആശംസകളാണ്. വെൽ എക്സ്പ്ലെയിൻ രാഹുൽ, പാലക്കാട് മിസ് യു എന്ന് പറയുന്നത് ശരിക്കും അതാണ്. പാലക്കാട് സീറ്റ് കോൺഗ്രസ്സുകാര്, പ്രത്യേകിച്ചും വി ഡി സതീശന്റെ ദുർവാശി, പാലക്കാട് സീറ്റ് ഒരു സീറ്റിനൊക്കെ ഒരു പക്ഷേ കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടണം കേട്ടോ. അപ്പൊ തിരിച്ചറിയും കോൺഗ്രസ്. കാരണം ഇവിടെ എന്താ പറയാ, പ്രഖ്യാപിത സ്ത്രീ പീഡകന്മാർ, ഗണേഷ് കുമാർ അല്ലേ, ഗണേഷ് കുമാർ മത്സരിക്കുന്നു, പ്രശ്നമില്ല. മുഖ്യമന്ത്രിയുടെ മരുമോൻ മത്സരിക്കുന്നു. കുടുംബ കോടതിയിൽ ഏറ്റവും വലിയ സ്ത്രീ പീഡനത്തിന്റെ പരാതികൾ എത്തിയതാണ് കണ്ടേ. പരാതികൾ മാത്രമല്ല, കുടുംബ കോടതി വിധിച്ചതാണ്. അപ്പൊ മരുമോന് പ്രശ്നമില്ല, ഗണേഷ് കുമാറിന് പ്രശ്നമില്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തെ എന്തിന് സതീശ, എന്തിന് പാലക്കാട് മാറ്റി നിർത്തി? എന്താ ചെയ്യാ, സാരല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച ഈ വരികൾ വെറുമൊരു പോസ്റ്റല്ല, മറിച്ച് ആയിരക്കണക്കിന് സാധാരണ UDF പ്രവർത്തകരുടെ ഹൃദയമിടിപ്പാണ് എന്നാണ് നിസാർ സഫ്നീസ് പറയുന്നത്. കണ്ണൂരിന്റെ മണ്ണിൽ പ്രസ്ഥാനത്തിനു വേണ്ടി ബലിദാനികളായവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ നിന്ന് സുധാകരേട്ടൻ എന്ന കരുത്തനായ നേതാവിനോടുള്ള സ്നേഹവും ആശങ്കയും ഒരേപോലെ ഇതിൽ വായിക്കാം. പദവികൾക്കോ സ്ഥാനമാനങ്ങൾക്കോ അപ്പുറം പ്രവർത്തകരുടെ മനസ്സിൽ കെ സുധാകരനുള്ള സ്ഥാനം എന്താണെന്ന് ഈ വരികൾ അടിവരയിടുന്നു. പ്രസ്ഥാനത്തിനു വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായി നിൽക്കുന്ന അണികൾക്ക് സുധാകരേട്ടൻ വെറുമൊരു നേതാവല്ല, അവർക്ക് ആവേശം പകരുന്ന ഉശിരൻ പോരാളിയാണ്. ഒറ്റയ്ക്ക് യാത്ര തിരിച്ചാൽ പോലും ജനസാഗരമായി മാറുന്ന ആ വലിയ നേതൃത്വത്തെ UDF പ്രവർത്തകർ എത്രത്തോളം നെഞ്ചിലേറ്റുന്നു എന്ന് രാഹുലിന്റെ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നു. വരാനിരിക്കുന്ന വലിയ പോരാട്ടങ്ങളിൽ ഈ ആവേശവും ഐക്യവുമാണ് നമ്മുടെ കരുത്ത്. പ്രവർത്തകരുടെ സ്നേഹത്തിന് മുന്നിൽ പദവികളൊന്നുമല്ല. പ്രിയ KS, അങ്ങ് നയിക്കുക. ഈ പ്രസ്ഥാനത്തെയും പ്രവർത്തകരെയും തനിച്ചാക്കി അങ്ങ് എങ്ങും പോകരുത്. അങ്ങേ ഞങ്ങൾക്ക് വേണം. ഇതാണൊരു നേതാവ് അല്ലേ? എന്താണ് ഈ സുധാകരേട്ടനോടുള്ള ഈ പ്രവർത്തകരുടെ സ്നേഹം? അങ്ങനെ ഏത് നേതാവുണ്ട് കേരളത്തിൽ? ഏത് നേതാവുണ്ട് അങ്ങനെ? വി ഡി സതീശനൊന്നും അടുത്തെത്താൻ പറ്റില്ല കേട്ടോ. വി ഡി സതീശനൊന്നും എന്താ പറയാ, സുധാകരേട്ടന്റെ അടുത്തെത്താൻ പറ്റില്ല. വി ഡി സതീശന് മാത്രമല്ലാന്നേ ആർക്കും പറ്റില്ല. അത്തരമൊരു നേതാവിനെയാണ് ഇത്ര ദിവസങ്ങൾ വി ഡി സതീശന്റെ എന്താ പറയാ, കുൽസിത ബുദ്ധി എന്ന് തന്നെ പറയാം കേട്ടോ. ഏതായാലും സുധാകരേട്ടൻ മത്സരിക്കുന്നു. സുധാകരേട്ടൻ ഏറ്റവും മികച്ച ഗംഭീര വിജയം കണ്ണൂരിൽ നേടും. കണ്ണൂർ പിടിച്ചെടുക്കും. അത് കോൺഗ്രസിന്റെ ശക്തമായ തിരിച്ചുവരവിന്, UDFന്റെ ശക്തമായ തിരിച്ചുവരവിന് കളമൊരുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏതായാലും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ ഒരിക്കൽ കൂടി കേരളം നെഞ്ചേറ്റുകയാണ്. ഈ രീതിയിലുള്ള ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതിന്, പോസ്റ്റ് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന്. ഓക്കെ, നന്ദി, നമസ്കാരം.